ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് NPS കുറിച്ചാണ്. NPSകൾ എങ്ങനെ നിക്ഷേപിക്കാം, NPS തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ, നികുതി ആനുകൂല്യങ്ങൾ, പ്രതീക്ഷിക്കുന്ന വരുമാനം എന്നിവയെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യമായിട്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ NPS എന്താണെന്ന് നോക്കാം. വിവിധ അസറ്റ് ക്ലാസുകളിലുടനീളം വരിക്കാരെ അവരുടെ നിക്ഷേപം നടത്താൻ അനുവദിക്കുന്ന സർക്കാർ നടത്തുന്ന നിക്ഷേപ പദ്ധതിയാണ് NPS. വ്യത്യസ്ത അസറ്റ് ക്ലാസുകൾക്ക് ഇഷ്ടപ്പെട്ട അലോക്കേഷൻ സജ്ജീകരിക്കാനുള്ള ഓപ്ഷൻ ഇത് വരിക്കാർക്ക് നൽകുന്നു. ഒരു പോയിൻ്റ് ഓഫ് പ്രസൻസ് സന്ദർശിച്ച് വരിക്കാരൻ NPS അക്കൗണ്ടിന് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു NPS വെബ്സൈറ്റ് വഴിയും ഓൺലൈനായും അപേക്ഷിക്കാവുന്നതാണ്. ഒരു NPS കീഴിൽ വ്യക്തിയുടെ റിട്ടയർമെൻറ്റ് അക്കൗണ്ടുകളിലേക്ക് സംഭാവന ചെയ്യുന്നു. കൂടാതെ തൊഴിലുടമയ്ക്ക് വ്യക്തിയുടെ സാമൂഹിക സുരക്ഷാ ക്ഷേമത്തിന് സഹസംഭാവന ചെയ്യുവാനും കഴിയും. നൽകിയ സംഭാവനകളുടെ മൂല്യം കൂടുന്നതിനനുസരിച്ച് നേടിയ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ആർക്കെല്ലാം ഒരു NPS അക്കൗണ്ട് തുടങ്ങാൻ കഴിയും? 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യക്കാരനും NPS അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഒരു പോയിൻ്റ് ഓഫ് പ്രസൻസ് സന്ദർശിച്ചോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിൻ്റ് ഓഫ് പ്രസൻസ് സന്ദർശിച്ചോ അല്ലെങ്കിൽ ഈ NPS വെബ്സൈറ്റ് വഴിയോ NPS അക്കൗണ്ടിന് അപേക്ഷിക്കാവുന്നതാണ്. രജിസ്ട്രേഷനായി നിങ്ങൾക്ക് വേണ്ടത് ഒരു പാൻ കാർഡ്, KYC വിശദാംശങ്ങൾ, അതായത് ആധാർ കാർഡോ വോട്ടേഴ്സ് ID തുടങ്ങിയ വിശദാംശങ്ങൾ തുടങ്ങിയ ഡോക്യുമെൻറ്റുകളും ആവശ്യമാണ്. ഒരു NRIക്ക് NPS അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ? അതെ, ഒരു NRIക്ക് NPS അക്കൗണ്ട് തുറക്കാൻ കഴിയും. NRI നൽകുന്ന സംഭാവനകൾ കാലാകാലങ്ങളിൽ RBIയുടെയും FEMAയുടെയും നിർദ്ദേശിക്കുന്ന നിയന്ത്രണ ആവശ്യകതകൾക്ക് വിധേയമായാണ് പോകുന്നത്. വരിക്കാരൻ്റെ പൗരത്വ നില മാറുകയാണെങ്കിൽ അവരുടെ NPS അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. NPSൽ നിക്ഷേപിക്കുന്നതിന് പരിധിയുണ്ടോ? അതായത് 2 അക്കൗണ്ടുകളാണ് ഒരു NPSലുള്ളത്. ഒന്ന് പെൻഷൻ അക്കൗണ്ട് ടയർ 1, 2 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടയർ 2 എന്നീ 2 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് NPSന് കീഴിൽ വരുന്നത്. നിക്ഷേപിക്കുന്നതിന് പരിധിയില്ല. NPSൽ ഒരു വരിക്കാരൻ പ്രാരംഭ സംഭാവനകൾ നൽകേണ്ടതുണ്ട്. അവിടെ രജിസ്ട്രേഷൻ സമയത്ത് ടയർ 1ന് കുറഞ്ഞത് 500 രൂപയും ടയർ 2ന് കുറഞ്ഞത് 1000 രൂപയും ആവശ്യമാണ്. NPSൽ നികുതി ആനുകൂല്യങ്ങൾ എന്തെല്ലാം ആണ്? ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം NPS നികുതി കിഴിവുകൾ നൽകുന്നു. വ്യക്തികൾക്ക് അവരുടെ മൊത്ത വരുമാനത്തിൻ്റെ 10% വരെ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ ക്ലെയിം ചെയ്യുവാൻ അനുവദിക്കുന്നുണ്ട്. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം NPS നികുതി കിഴിവുകൾ നൽകുന്നു. വ്യക്തികൾക്ക് അവരുടെ മൊത്ത വരുമാനത്തിൻ്റെ 10% വരെ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ക്ലെയിം ചെയ്യാം. ഈ സെക്ഷൻ 80 CCDIB പ്രകാരം NPS വരിക്കാർക്ക് മാത്രമായി ഒരു 50,000 രൂപയുടെ അധിക കിഴിവ് ലഭിക്കുന്നു. ഇതും NPSനൊപ്പം ചേർത്ത് 2 ലക്ഷം രൂപ വരെയുള്ള കിഴിവാണ് ലഭിക്കുന്നത്. ഓൺലൈനായി ഒരു NPS അക്കൗണ്ട് എങ്ങനെ തുറക്കാം? ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ NPS വെബ്സൈറ്റ് വഴിയാണ്. ഈ NPS.nsdl.com സന്ദർശിക്കുക. മൊബൈൽ നമ്പർ, ആധാർ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നിവ NPSുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കണം. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അയക്കും. രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ വരിക്കാരന് ഒരു പെർമനൻ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ ലഭിക്കും. അത് NPS അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കാം. പെർമനൻ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് അനുവദിച്ച ശേഷം നിങ്ങൾക്ക് ഇ-സൈൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ആധാർ
രജിസ്ട്രേഷൻ ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഒരു OTP അയക്കും. ആധാറിൻ്റെ പ്രാമാണീകരണത്തിനു ശേഷം രജിസ്ട്രേഷൻ ഫോം വിജയകരമായി സൈൻ ചെയ്യപ്പെടും. സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഫോമിൻ്റെ ഫിസിക്കൽ കോപ്പി സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസിക്ക് അയക്കേണ്ടതില്ല. അടുത്ത സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്, നിലവിലുള്ള വരിക്കാർക്ക് അവരുടെ ടയർ 1 അക്കൗണ്ടിലേക്ക് കൂടുതൽ സംഭാവനകൾ നൽകുന്നതിന് പോയിൻ്റ് ഓഫ് പ്രസൻസ് സർവീസ് പ്രൊവൈഡർമാരെ സമീപിക്കാം, അല്ലെങ്കിൽ ഈ NPS അക്കൗണ്ട് വഴിയും ചെയ്യാവുന്നതാണ്. NPSൽ നിന്ന് എന്ത് വരുമാനം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. NPS റിട്ടേണുകൾ പെൻഷൻ ഫണ്ട് മാനേജർമാർ, അസറ്റ് അലോക്കേഷൻ, നിക്ഷേപ ഓപ്ഷനുകൾ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ടയർ 1 ഇക്വിറ്റി അസറ്റ് ക്ലാസിന് കീഴിൽ NPSൽ 9 മുതൽ 12% വരെ പരിധിയിൽ റിട്ടേൺ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. എന്നിരുന്നാലും NPSന് കീഴിലുള്ള വരുമാനം വിപണിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ റിട്ടേൺ ഗ്യാരണ്ടി നിർവചിക്കപ്പെട്ടിട്ടില്ല. NPSൽ നിന്ന് കാലാവധിക്ക് മുന്നേ പിൻവലിക്കാൻ കഴിയും. ടയർ 1 അക്കൗണ്ട് ചില നിബന്ധനകൾക്ക് വിധേയമായി അകാല പിൻവലിക്കൽ നടത്താനോ അല്ലെങ്കിൽ പുറത്തു കടക്കുവാനോ വരിക്കാരനെ അനുവദിക്കുന്നു. ടയർ 1 അക്കൗണ്ടിലെ മൊത്തം നിക്ഷേപം 2 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ വരിക്കാരന് 60 വയസ്സ് തികയുമ്പോൾ 100% ഒറ്റ പിൻവലിക്കലിലൂടെ 100% പിൻവലിക്കാൻ കഴിയും. അതേസമയം ടയർ 2 അക്കൗണ്ട് പിൻവലിക്കലിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വാഗ്ദാനം ചെയ്യുന്നു. കാരണം ഇത് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഏത് സമയത്തും പണം പിൻവലിക്കുവാൻ വരിക്കാരനെ പ്രാപ്തനാക്കുന്നു. എന്നിരുന്നാലും 3 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് പിൻവലിക്കാൻ അനുവദിക്കുന്നതല്ല. NPSന് കീഴിലുള്ള സബ്സ്ക്രിപ്ഷൻ്റെ മുഴുവൻ കാലയളവും വരിക്കാർക്ക് പരമാവധി 3 തവണ പിൻവലിക്കൽ നടത്താം. സുരക്ഷിതമായ ഓപ്ഷനാണോ ഇത്? അതായത് NPSൽ നിക്ഷേപം സുരക്ഷിതമാണോ? പെൻഷൻ ഫണ്ടുകൾ നിയന്ത്രിക്കുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. NPSന് കർശനമായി നിയന്ത്രിത സാമ്പത്തിക ഉൽപ്പന്നമാണ്. അത് പ്രൊഫഷണലായും സുതാര്യമായും കൈകാര്യം ചെയ്യപ്പെടുന്നു.